ഫണ്ടൂഷ്ണഗറിലെ നിവാസികളെ, ഇന്നത്തെ ദിവസം ഏത് കുട്ടിയാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കിന്ന് കുട്ടി നമ്പർ 1 അവാർഡ് കിട്ടുന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് പോലീസ് മേഡം സ്റ്റാർ നൽകും. അതിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന കുട്ടിക്ക് കുട്ടി നമ്പർ 1 അവാർഡ് കിട്ടും. അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് റെഡിയല്ലേ? എന്നാ ഞാൻ പൂട്ടിട്ടാ. എടാ അനന്തരവാ, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ മത്സരത്തിന്റെ 1ാം സ്ഥാനം നിനക്ക് തന്നെയായിരിക്കും കിട്ടുക. ഈ അവാർഡ് എന്തായാലും ഞാൻ തന്നെ ജയിക്കും. ആ അനന്തരവനെ എങ്ങനെയും തോൽപ്പിച്ചേ പറ്റൂ. അതിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും. പക്ഷെ എങ്ങനെയാ തോൽപ്പിക്കുന്നെന്ന് പറ. ആദ്യം ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ തന്നെ അത് സോൾവ് ചെയ്യും. എടാ രാജു, നിന്റെ അപ്പുറത്തെ വീട്ടുകാരെ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലല്ലോ. അവരുടെ വീടിന്റെ താക്കോല് നിന്റെ കയ്യിലെ ഉള്ളെന്ന് ആർക്കും അറിയില്ലല്ലോ. ഐഡിയ ഞാൻ പറയാം. അയ്യോ, ഇതെന്താ ഈ പപ്പി ഇതെങ്ങനെ ഇവിടെ വന്നു? ഈശ്വര, ആരെങ്കിലും ഈ പപ്പിയെ ഒന്ന് രക്ഷിക്കണേ. പ്രശ്നം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. ഐ ആം സോ സ്മാർട്ട്. വാ കൂട്ടുകാരെ. മാമ, ഞാൻ ആ പപ്പിയെ രക്ഷിക്കാൻ പോവാ. ആ വാടാ അനന്തരവാ, വേഗം വാ. ഇല്ല മാമ, ഇന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. മാമന്റെ സഹായം എനിക്ക് വേണ്ട. ഇവന് ആ പപ്പിയെ രക്ഷിക്കാൻ ഭയങ്കര തിടുക്കാണല്ലോ. അവന്റെ സ്പീഡ് ഒന്ന് കൂട്ടിയേക്കാം. ചെല്ല് വേഗം ചെന്ന് പപ്പിയെ രക്ഷിക്കേ. വരൂ കൂട്ടുകാരെ. അത് കൊള്ളാലോ. എടാ പൊട്ടങ്ങണരെ വണ്ടി ഒന്ന് ചവിട്ടടാ. വാട എന്റെ മിടുക്കും കുട്ടാ, നീ മിടുക്കണാന് കേട്ടോ. ആദ്യമൊക്കെ കള്ളന്മാരെ മാത്രം പിടിച്ചോണ്ടിരുന്ന നീ ഇപ്പൊ പപ്പിയെ രക്ഷിച്ചിരിക്ക. ഞാൻ നിനക്ക് വേണ്ട 2 സ്റ്റാർ സമ്മാനായി തരുന്നു. അത് എനിക്ക് കിട്ടേണ്ട സ്റ്റാറാ. അയ്യോ, രക്ഷിക്കണേ. വെച്ചോട്ടോ. അവന് പിന്നെ സ്റ്റാറുകൾ കിട്ടുവാണല്ലോ. എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നിട്ട് ഞാൻ ഒന്നിന്റെ പകരം ഒരുപാട് സ്റ്റാറുകൾ ഒറ്റയടയ്ക്ക് വാങ്ങും. എന്നിട്ട് ആ നമ്പർ 1 കുട്ടിന്റെ അവാർഡ് ഞാൻ തന്നെ വാങ്ങിക്കും. എടാ ബിട്ടു, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഫസ്റ്റ് പ്രൈസ് അനന്തരവൻ കൊണ്ടുപോകും. നിനക്ക് കിട്ടത്തില്ല. എന്തേലും ചെയ്യ്.
ഈ അനന്തരവൻ എനിക്ക് എപ്പോഴും എന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ചെറുക്കനെ ഞാൻ സഹായിച്ചേ പറ്റൂ. ആ അനന്തരവൻ ജയിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ചീച്ചേ, ഈ പയ്യൻ നിങ്ങളെ കണ്ടാ തന്നെ പേടിച്ചു. അപ്പൊ അവൻ സഹായം സ്വീകരിക്കോ? എന്റെ സഹായം മേടിക്കില്ലായിരിക്കും, പക്ഷെ മാന്യനായ ഒരു വ്യക്തിയുടെ സഹായം തീർച്ചയായും സ്വീകരിക്കുമല്ലോ. വാടാ, ലെറ്റ്സ് ഗോ. ഹലോ മോനെ, എന്തിനാ കരയുന്നത്? ആ ചെറുക്കന് ഒരുപാട് സ്റ്റാർസ് കിട്ടി, എനിക്കാണെങ്കിൽ ഒന്നുപോലും കിട്ടിയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം. കുട്ടികളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ. ഞാനൊരു ഗുണ്ടയുടെ വേഷം കെട്ടി ഞാനൊരു ബാങ്ക് കൊള്ളയടിക്കുന്നതായിട്ട് ആക്ട് ചെയ്യും. ആ ബാങ്കിൽ കോടികൾ കാണും, അത് ഞാൻ മോഷ്ടിക്കും. അപ്പോൾ നീ ഒരു കയറെടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ വാനിന്റെ പുറകിൽ കൊളുത്തിയിടണം. അത് കഴിഞ്ഞാൽ കുട്ടി നമ്പർ 1 അവാർഡ് നിനക്കായിരിക്കും, അത് ഉറപ്പാണ്. താങ്ക് യു അങ്കിൾ. അങ്കിൾ എന്ത് നല്ല അങ്കിളാ. അങ്കിളെ പോലെയുള്ള നല്ല അങ്കിളിനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, സത്യം. ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടവന്റെ പേരെഴുതിയിട്ടുണ്ടാവും. കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്ക. എടോ, ഡയലോഗ് ഒന്ന് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഇട്ട് കളഞ്ഞല്ലോ. അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും സഹായിക്കണേ, അവര് കോടികളും തട്ടിയെടുത്തുകൊണ്ട് മുങ്ങുന്നേ. ഞാനിവിടെ ഉള്ളപ്പോ ഒരു മോഷണവും നടക്കില്ല. ഞാൻ എത്തിപ്പോയി. മാമ, ഞാനവനെ രക്ഷിക്കാൻ വേണ്ടി പോവാ. മാമ പോലീസ് മാഡത്തിനെ വിളിച്ചോണ്ട് വാ. ഒട്ട പിന്നാലെ അനന്തരവനുണ്ട്. എന്താ ചെയ്യാ? ഈ അനന്തരവനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതായല്ലോ. ഭാഗ്യം, കുറച്ച് ആശ്വാസം കിട്ടി. ഇന്ന് നിന്റെ കാര്യം പോക്കാണ്. അല്ല ടോൾക്കി അങ്കിൾ, ഇതൊക്കെ നിങ്ങളുടെ പണിയായിരുന്നോ? ടോൾക്കി അങ്കിൾ, പുറകെ വലിയൊരു തെന്നിച്ച കൂടുണ്ട്. ഞാൻ മണ്ടനാണെന്നാണോ വിചാരം? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ നിനക്ക് നൈസായിട്ട് എന്നെ തള്ളിയിടാനല്ലേ? ഈ കളികളൊക്കെ നമ്മളെ കൊച്ചിലേ വിട്ട സീനാണ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ. ഇവൻ ആകെ കൺഫ്യൂഷൻ ആക്കുവാണല്ലോ. എന്നാ പിന്നെ തിരിഞ്ഞു നോക്കേ. നീ പിന്നെ വന്നോ? ടങ്ക അങ്കിൾ, ഫാനൊന്ന് നിർത്ത്. എന്തൊക്കെ വന്നാലും ഞാൻ വണ്ടി നിർത്തുന്ന പ്രശ്നമില്ല. എടാ അനന്തരവൻ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. മാമനുള്ളപ്പോ അനന്തരവനൊന്നും പറ്റില്ലല്ലോ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? പെർഫെക്റ്റ്. ഓക്കെ. ആദ്യം ഒരു കള്ളനെ പിടിച്ചു, പിന്നെ ഒരു പട്ടിക്കുട്ടിനെ രക്ഷിച്ചു, പിന്നെ ഈ സ്കൂളിലെ കുറച്ച് കുട്ടികളെ രക്ഷിച്ചു. കുട്ടി നമ്പർ 1 അവാർഡ് ഗോസ് ടു നമ്മുടെ അനന്തരവൻ. എനിക്ക് ട്രോഫി വേണമായിരുന്നു.
അത് പൊളിച്ചേ. ഹാപ്പി ദീപാവലി ജോഗാവർ. നിന്നെ ഇവിടേക്ക് ഹാപ്പി ദീപാവലി പറയാനാണോ വിളിച്ചത്? പറയടാ. മാത്രമല്ല ദീപാവലി നാളെയല്ലേ? ദീപാവലി നാളെയാണ്, പക്ഷെ ഇത്തവണ ഫണ്ടൂഷ് നഗറിലുള്ളവർ ദീപാവലി ആഘോഷിക്കില്ല. നീ പടക്കങ്ങളെല്ലാം മോഷ്ടിക്കണം. ഞാൻ അവിടെയുള്ള മുട്ടായികളെല്ലാം മോഷ്ടിക്കും. സമ്മതമാണെങ്കിൽ കൈകൊട്. വെരി ഗുഡ്. ഇത് തന്നെയാണ് എന്റെ ആഗ്രഹവും. ഫണ്ടൂഷ് നഗർ ദീപാവലി ആഘോഷിക്കാൻ പാടില്ല. എനിക്ക് അവന്മാരുടെ എല്ലാം പരിപടിച്ചടക്കണം. എന്നാൽ അവന്മാർക്ക് എല്ലാവർക്കും എന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവൂ. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. വരുന്നേ, എല്ലാരും വരൂ. നല്ല നല്ല മധുരമുള്ള മിഠായികൾ കഴിച്ചിട്ട് പോവാം. കൂട്ടുകാർക്കും ബന്ധക്കാർക്കും അയലക്കാർക്കും ഒക്കെ കൊടുക്കാന്ന്. വന്നേ, എല്ലാവരും വന്ന് കഴിക്കേ. കള്ളൻ കള്ളൻ പിടിക്കവന്. ആ കള്ളൻ എന്റെ മിഠായി എടുത്തോണ്ട് പോയല്ലോ. അവനെ ആരെങ്കിലും ഒന്ന് പിടിക്കുവേണം. കള്ളൻ പിടിക്ക്, പിടിക്ക്, കള്ളൻ, വേഗം പിടിക്ക്. കള്ളൻ 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 പിടിക്കോ പോലീസ്. കള്ളൻ കള്ളൻ. കള്ളൻ 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 പിടിക്കവനെ. കള്ളൻ, പിടിക്ക്, പിടിക്ക്, കള്ളൻ, വേഗം പിടിക്ക്. മാമ, ദേ അത് കണ്ടില്ലേ? ജോഗാവർ മോഷ്ടിച്ചിട്ട് ഓടുന്നു. പുറകില് വേറെ ആരും ഉണ്ടല്ലോ. വരൂ, അവരെ പിടിക്കാം. അയ്യോ പോലീസ് മാഡം, ദേ കള്ളന്മാര് പോകുന്നു. പടക്കങ്ങളും മിഠായി മോഷ്ടിച്ചുകൊണ്ടാ പോകുന്നേ. ഏടെ കള്ളക്കനാരന്മാരെ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്ന് കരുതണ്ട കേട്ടോ. ബേഹദൂറെ നീ ഒന്ന് വിട്ടു പോയടാ. ഏടാ ബേഹദൂറെ, നിന്നോട് മാർച്ച് പാസ്റ്റ് നടത്താനല്ല വണ്ടി കയറി ഓടിക്കാനാ പറഞ്ഞത്. ഇങ്ങ് ബാ. സോറി. ഇതെന്തുട്ടാണ്? അമ്മാവനും അനന്തരവനും അല്ലേ ഇത്? ഇവര് മോഷണം തുടങ്ങിയോ? എന്തുട്ടാണ്? ആരായാലും ഞാൻ വെറുതെ വിടൂല, പിടിക്കും ഞാൻ. മാമ, ഇവിടുന്ന് ഷോർട്ട് കട്ട് എടുക്ക്. നമുക്ക് അവരുടെ മുന്നിലെത്താം. ഓക്കേടാ ആനന്ദരവാ. നമ്മൾ ഫസ്റ്റ് അടിച്ചേ. ഓ എന്റെ മാമ, നമ്മള് റേസ് നടത്തുവല്ല, അവരെ പിടിക്കാൻ വന്നതാ. ഓ സോറി ആനന്ദരവാ, ചെറിയൊരു ആവേശം കേറിയതാ. എടാ ജോഗാവറെ, എടാ പുതിയ കള്ള, മോട്ടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ തന്നിട്ട് പോയിക്കോ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ മോട്ടിക്കാൻ നടക്കുന്നോ? എടാ പൊട്ടൻ കണാര ബഹദൂർ, അമ്മാവനും അനന്തരവനും പോന്നു. ചവിട്രാ. ഏടോ അമ്മാവൻ, നീ മോഷണം നടത്തുന്നു ഞാൻ കരുതിയില്ല കേട്ടോ. നിന്റെ ശമ്പളം കിട്ടിയോ? ഞാൻ നിന്റെ ബോസിനോട് സംസാരിക്കണ്ട്. നിക്ക്. എന്തുട്ടാ ഷൂട്ടിങ് നടക്കണോ? വായി നോക്കി നിക്കുന്ന മര്യാദക്ക് ഇവിടുന്ന് പോവാൻ നോക്കണണ്ടാ. പോലീസ് മാഡം, ഞങ്ങളല്ല മോഷ്ടിച്ചത്. ആ ജോഗാവറ മോഷണം നടത്തിയേ. ഞങ്ങൾ അവരുടെ പുറകെ വന്നതാ. മേഡം അവരെ വെറുതെ വിട്ടു. എന്തുട്ടല്ലേ എന്റെ ബുദ്ധിക്കിട്ട് ചവിട്ടണമെന്നേ. അമ്മാവനും അനന്തരവനും മോഷ്ടിക്കുന്നു ഞാൻ കരുതാൻ പാടുണ്ട. സോറി. അതെട്ടോ, അതെ, പോലീസ് മാഡം തന്നെയാണ്. എന്തുട്ട് മോഷണം നടന്നോ? ഹലോ ഹലോ, സുന്ദരക്കണാരന്മാര് അല്ല കള്ളക്കണാരന്മാര്. കള്ളൻ ആ കണാരൻ ആ സുന്ദരൻ. ഹലോ പോലീസ് മാഡം, ജോഗാവർ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാ അഡ്രസ് പറയ്, വിട്ടു പോട്ടെ. എടാ ബഹദൂർ, വണ്ടി വിട്ടോ. എന്തുട്ടാണ്ടായത്? വണ്ടി എടുക്കാൻ പറഞ്ഞ എപ്പോഴിങ്ങനെ വായി പൊളിച്ച് കാണിക്കണേ. ആ പിന്നെ അമ്മവ, കള്ളന്മാരെവിടെയാന്ന് മനസ്സിലായിട്ടോ. നമുക്ക് പോയി പിടിക്കാൻ അവരെ. വന്നോളൂ. എന്താണിത്? കറണ്ടിന് പോവാൻ കണ്ടൊരു സമയേ. സാരില്ല, ഇരുട്ടത്ത് വലവീശി പിടിക്കാന്നേ. കാണാര ജോഗവരെ മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ എന്റെ കഥയിന്ന് ഞാൻ തീർക്കും പറഞ്ഞേക്കാം. നിയമത്തിന്റെ കുരുക്കിന്ന് ഈ പോലീസ് മേഡത്തിന്റെ തൊഴിന്ന് ആർക്കും രക്ഷയില്ല.
അയ്യോ അയ്യോ പോലീസ് മാഡം, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? പോലീസ് മാഡം ഒന്ന് നിർത്ത്. ഇല്ല നിൽക്കില്ല, കള്ളന്മാരുടെ സങ്കേതം അടിച്ചു പൊളിച്ച് താറുമാറാക്കാണ്ട് ഞാൻ അടങ്ങില്ല. എനിക്ക് തോന്നുന്നത് ഇത് മാഡത്തിന്റെ തന്നെ വീടാണെന്നാ. എന്തുട്ട് പൊട്ടിക്കണ ആരത്തിയാണ് ഞാൻ എന്റെ വീട് തല്ലി തകർത്തേ. ജോഗാവർ മനഃപൂർവ്വം മാഡത്തിന് ഈ അഡ്രസ് തന്നതാ. നാട്ടിലെ മുഴുവൻ ലൈറ്റും അവനായിരിക്കും ഓഫ് ചെയ്തത്. അപ്പം മാഡത്തിന് ഇരുട്ടത്ത് മനസ്സിലാവില്ലല്ലോ. എന്റെ പൊന്ന് പോലീസ് മാഡം, അവനെ വെറുതെ വിടരുത്. എന്റെ എല്ലാം മോഷ്ടിച്ചോണ്ട് പോയി. ദീപാവലിക്ക് മിഠായിയൊക്കെ വിറ്റ് 4 കാശുണ്ടാക്കുന്ന വിചാരിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവനെടുത്തോണ്ട് പോയില്ലേ. അവനെ വെറുതെ വിടരുത്, വെറുതെ വിടരുത് മാഡം. എന്റെ ചേട്ടാ പേടിക്കണ്ടിരിക്കേ, അവനെ ഞങ്ങള് പിടികൂടും. ഇപ്രാവശ്യം നമ്മള് ദീപാവലി എങ്ങനെ ആഘോഷിക്കുക? കടയിന്ന് പടക്കവും മുട്ടായിയൊക്കെ മോഷണം പോയി എന്നല്ലേ അറിഞ്ഞത്. കടക്കാരൻ പേടി കാരണം കട പോലും തുറക്കാൻ തോന്നുന്നില്ല. ഈ ദീപാവലിക്ക് നമ്മൾ എന്താ ചെയ്യാ? ഈ ദീപാവലി നമ്മൾ എന്തായാലും ആഘോഷിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാ. നാലും ഇങ്ങനെ നടത്തും നമ്മള്, അതും പറഞ്ഞാ. പോലീസ് മാഡം, ജോഗാവർ ഇന്നും മോഷണം നടത്തും. അതുകൊണ്ട് ഇനി ആരുടെ ഫോൺ വന്നാലും ജോഗാവറുടെ താവളം നമ്മൾ കണ്ടെത്തിന്ന് പറയണം. എന്നിട്ട് മാഡം റെയ്ഡ് ചെയ്യണം. അപ്പൊ ജോഗാവർ താവളത്തിൽ നിന്ന് ഇറങ്ങി ഓടും. അപ്പൊ പേടിക്കാം. ഹലോ പോലീസ് മാഡം, ഇത്തവണ ജോഗാവർ എവിടെയാ ഒളിച്ചിരിക്കുന്നത് കാര്യം എനിക്കറിയാം. അതെയാ, അവൻ എവിടെയാന്ന് എനിക്കും മനസ്സിലായി. ഞാൻ അങ്ങോട്ടേക്ക് റെയ്ഡിന് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ഈ ദീപാവലി അടിച്ച് പൊളിക്കണട്ടാ. എടാ തീറ്റക്കള്ള, നിന്റെ തീറ്റ ഒന്ന് നിർത്ത്. സാധനങ്ങളെല്ലാം വേഗം എടുത്ത് ഇവിടുന്ന് മുങ്ങിക്കോ. ആ പോലീസുകാരി പെണ്ണുമുള്ളിക്ക് നമ്മുടെ താവളം എങ്ങനെ അറിഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല. അവരിങ്ങോട്ട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പോലീസ് മാഡം, എലി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ജോഗാവർ ഫണ്ടൂഷ് നഗറിന്റെ ഈസ്റ്റേൺ ഹൈവേയിലോട്ടാ പോകുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും മാഡം അടച്ചിട്. അങ്ങനെ ജോഗാവറിനെ ഫണ്ടൂഷ് നഗർ പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. അവിടെ വെച്ചവനെ പിടിക്കാം. ഓക്കേട്ടാ. ഹലോ ഹെഡ്ക്വാർട്ടേഴ്സ്, ഹെഡ്ക്വാർട്ടേഴ്സ്. ഹലോ 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 ഹെഡ്ക്വാർട്ടേഴ്സ്, ഹെഡ്ക്വാർട്ടേഴ്സ്. ഹലോ ഹലോ ഹലോ. മിമിക്രി അങ്കിൾ, എല്ലാ നാട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി ഫണ്ടൂഷ് നഗർ പ്ലേ ഗ്രൗണ്ടിലേക്ക് വാ. നമുക്കെല്ലാവർക്കും ദീപാവലി അടിച്ചു പൊളിക്കാം. വണ്ടി തിരിച്ചു വിട്ടോ റോസി. Oh no. ജോഗവരെ, നിനക്കിനി ഓടാൻ ഒരു വഴിയില്ല. അവിടെ നിക്ക്, സറണ്ടർ ആവ്. ക്രൈമിന്റെ പവർ, ക്രൈം മാസ്റ്റർ ജഗാവർ ഒരിക്കലും കീഴടങ്ങില്ല. റോസി, വേഗം എന്തെങ്കിലും ചെയ്യ്. നീ പേടിക്കണ്ട ജോഗാവർ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കണ്ടട്ടാ. അയ്യോ, എന്റെ എല്ലാം പോയേ. യോഗി, ഈ ബൈക്കിൽ 3 പേര് ഇരിക്കാൻ പാടില്ല. ആ മാമ, ഇത് കേക്ക്. എനിക്കൊരു ഐഡിയ കിട്ടി. വേണ്ട, എന്റെ മിഠായി എടുത്തോണ്ട് പോവല്ലേ. ബൈ ബൈ. ക്രൈമിന്റെ പവർ, ക്രൈം മാസ്റ്റർ ജോഗാവർ ഒരിക്കലും കീഴടങ്ങില്ല. റോസി, വരൂ, നമുക്ക് ഇവിടെ നിന്ന് മൂങ്ങാം. പടക്കം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല.
എന്തുട്ടാണിത്? എന്റെ ജീപ്പിൽ തൂങ്ങിക്കിടക്കുക. ഇറങ്ങി പോടാ. ഇന്ന് ലോകത്തുള്ള ഒരു ശക്തിക്ക് നമ്മളെ തടയാൻ കഴിയില്ല. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ തൊഴിച്ചോടിക്കും. എടാ കള്ളക്കണരന്മാരെ, നമുക്കിനി ദീപാവലി ജയിലിൽ ആഘോഷിക്കാൻ വന്നേ. ഇത് ഞങ്ങളുടെ മേഡത്തിന്റെ ഒരു അടിപൊളി സ്റ്റൈൽ അല്ലയോ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതേ അനന്തരവാ. ഹാപ്പി ദീപാവലി. ദിവാലി. ഹാപ്പി ദീപാവലി.